നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. DK ശിവകുമാർ കൂടി കർണാടകയുടെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ദക്ഷിണേന്ത്യ ഈ രാജ്യത്തിന് മൊത്തം കൊടുക്കുന്ന ഒരു സ്ട്രോങ് മെസ്സേജ് ഉണ്ട്. കോൺഗ്രസ് കേരളത്തിലും കർണാടകത്തിലും തെലങ്കാനയിലും ഇനി പതിറ്റാണ്ടുകളോളം ഭരണത്തിലുണ്ടാകുമെന്നുള്ള ക്ലിയർ കട്ട് മെസ്സേജാണ് ഇതുവഴി നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ പൊളിച്ചെടുക്കാൻ BJPക്ക് കഴിയില്ല. EVM എന്നല്ല, എന്ത് തട്ടിപ്പ് നടത്തി ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ SIR നടപടികളൊക്കെ ആവിഷ്കരിച്ചിട്ടും BJPക്ക് കടന്നുകൂടാൻ കഴിയുന്നില്ല. ഉത്തരേന്ത്യയിലും മറ്റു പല പ്രദേശങ്ങളിലും BJPക്ക് അസാധ്യമെന്നത് സാധ്യമാക്കാൻ കഴിയുന്നുണ്ട്. അമിത്ഷായുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിലുമൊക്കെയുള്ള ട്രബിൾ ഷൂട്ടർമാർ കോൺഗ്രസിനെ 10 മടങ്ങ് ശക്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കർണാടകയിൽ DK എങ്കിൽ, തെലങ്കാനയിൽ രേവന്ത് എങ്കിൽ, കേരളത്തിൽ VD സതീശൻ. കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം ഹൈക്കമാൻഡ് നൽകുന്നതിന് മുമ്പ് തന്നെ ഇവർ ഹൈക്കമാൻഡിന് മുമ്പിൽ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അത് AICC നേതൃത്വം പരിഗണിക്കുകയും അത് അവർക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടെയാണ് സംഘപരിവാറിൻ്റെ കുവൃത്തിയൊന്നും നടപ്പിലാക്കാൻ കഴിയാത്തത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള പ്ലാനും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ പടപ്പുറപ്പാട്. നമുക്കറിയാം, DK എത്രയോ സംസ്ഥാനങ്ങളിൽ ശക്തമായി റിസോർട്ട് മോഡൽ തട്ടിപ്പ് രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ അദ്ദേഹം ആവുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. ഹിമന്ത ബിശ്വാസിനെ പോലുള്ളവർ ട്രബിൾ ഷൂട്ടർമാരായി BJPക്ക് വേണ്ടി എന്ത് നെറിയേടും കാണിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് DK പോലെ ഒരു ശക്തനായ നേതാവ്, അതും BJPയുടെ ഒരു ഭീഷണിക്ക് മുമ്പിലും EDയെയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയോ വെച്ച് വിരട്ടിയാലൊന്നും നട്ടെല്ല് വളയാത്ത ഇതുപോലുള്ള ഏറ്റവും മികച്ച ശക്തരായ പോരാളികൾ ഉള്ളത് കോൺഗ്രസ്സിന് എക്കാലത്തും വലിയ മുതൽക്കൂട്ട് തന്നെയെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. 2027 പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള ശുദ്ധികലശം താഴെത്തട്ടിൽ തന്നെ നടത്താൻ ഈ സംസ്ഥാനങ്ങൾ ഒരുങ്ങുന്നത് ശ്രദ്ധേയമാണ് എന്ന് പറയാതിരിക്കാനും വയ്യ. ഇനി നടക്കാൻ പോകുന്ന നീക്കം എന്നത് കോൺഗ്രസ് പടിപടിയായി സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അധികാരം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. 2027 അത് ഉത്തരാഖണ്ഡും പഞ്ചാബിലൂടെയും 2 സംസ്ഥാനങ്ങൾ കൂടി കൈവെള്ളയിൽ ഒതുക്കാൻ കഴിയും. ചെറുതും വലുതുമായ പല സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയും, അതോടൊപ്പം പഴയ സംസ്ഥാനങ്ങൾ, അധികാരത്തിലുള്ള 4 സംസ്ഥാനങ്ങളിൽ 2 വളരെ വൈകാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് നിലനിർത്തുക എന്നുള്ള രീതി കൂടി കൃത്യമായും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്.